ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ 2-3 ഗസ്റ്റുകളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടിയില്ല. ഇന്നിപ്പം എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്ന് കരുതി വന്നതാണ്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് 2-3 ദിവസമായല്ലോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നത്, ഈ മഴ പെയ്യുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് നല്ല മഴയുണ്ട്. അതുപോലെ കൊള്ളിയാനുണ്ട്, ഇടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ സ്കൂളുകളിലൊക്കെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അവിടെയൊക്കെ തൊഴിലുറപ്പ് പദ്ധതികൾ ആൾക്കാരെ കൊണ്ട് അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. കാടൊക്കെ പിടിച്ച് കിടക്കുവാണല്ലോ. ഇപ്പോൾ 2 മാസം കൊണ്ട് സ്കൂൾ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് നല്ല കാടുണ്ട്. അതൊക്കെ വൃത്തിയാക്കി അവർ ചെയ്യുന്നുണ്ട്. പിന്നെ കിണർ ഒക്കെ നല്ലതായിട്ട് ശുദ്ധീകരിക്കണം. കുട്ടികളുടെ വെള്ളം അതിനകത്താണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നല്ല ശുദ്ധീകരിച്ച് പിന്നെ സ്കൂളെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തതിന് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളതെന്നാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ അറിയിപ്പ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുന്നത് തെരുവ് നായകളുടെ ശല്യമാണ്. എന്തുമാത്രം പട്ടികളെ റോഡ് നീളം ഇങ്ങനെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിഷമമാണ്. ചിലപ്പോൾ നമുക്കങ്ങ് വിഷമം തോന്നും. അതിൻ്റെയൊക്കെ വയറ് കിടക്കുന്നത് കാണുമ്പോൾ. ഇങ്ങനെ അങ്ങ് പ്രസവിച്ച് കൂട്ടുമല്ലേ. അതിന് മാത്രം ഒരു ശാശ്വത പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അവരും ജീവികളാണ്, അതിനും വിശക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതേപോലെ തന്നെ മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ട്, കടിക്കുന്നുണ്ട്, പിന്നെ കല്ലെറിയുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം കാലും കൈയുമൊക്കെ ഒടിയുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ ഒരു ദുരിതമാണ് ഈ തെരുവ് നായ്ക്കളുടെ കാര്യം. ഒരു 1-2 ഒന്നുമല്ല, ഒരു പറ്റം പോലല്ലേ വരുന്നത്. ഇപ്പം നമ്മൾ തന്നെ കുറച്ച് ദിവസം വീട്ടിലില്ല, വീടൊന്ന് അടച്ചിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതിയാൽ തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വരെ കയറി കിടക്കും. നമുക്ക് ഈ നായ്ക്കളോടൊക്കെ അല്പം ദയാനുകമ്പ തോന്നി എന്തെങ്കിലും നമ്മൾ ഫുഡോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ നിന്ന് പോകത്തുമില്ല. ഞങ്ങൾക്കിപ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടായി. ഒരു വീട്ടിൽ വളർത്തിയ നായയായിരുന്നു. അവർ തുറന്നു വിട്ട് അതിനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കണ്ടപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് ഇടയ്ക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വേസ്റ്റ് കൊണ്ടുചെന്ന് റോഡിലിട്ട് വഴിയിൽ വെച്ച് കൊടുക്കും. അത് കഴിച്ചിട്ട് പോകും. പിന്നെ അത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി. പിന്നെ ഞങ്ങൾ ഓർത്തെന്നാൽ അത് നല്ല ഇനത്തിൽപ്പെട്ട നല്ലൊരു നായ. അന്നേരം വിചാരിച്ചെന്നാൽ നല്ല നായയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇച്ചിരി മൃഗസ്നേഹിയും കൂടെ. പുള്ളിക്കാരെ അതിനെ വളർത്തി ഭയങ്കര സന്തോഷത്തോടെ അതിനെ ഇവിടെ നിർത്തി. പക്ഷേ അതിനെ നമ്മൾ കെട്ടിയിട്ട് വളർത്താൻ പറ്റത്തില്ല. കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. പക്ഷേ അതെങ്ങും പോകത്തില്ല, ഇവിടെ തന്നെ കിടക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. എന്നുവെച്ചാൽ അവർ വളർത്തിയ നായയായതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ അതിന് വിഷബാധയുടെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് അതിനെ നന്നായിട്ട് എൻ്റെ ഷോർട്സിലൊക്കെ ഉണ്ടാവൻ മാർക്കോന്ന് പേരൊക്കെ ഇട്ട് അവന് ഭയങ്കര ഇവിടെയുള്ള ഏരിയയിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സ്നേഹത്തോടുകൂടി എല്ലാം കൊടുത്തും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ അവൻ കൈവിട്ട് പോയിരിക്കുകയാണ്. അവൻ എന്താ വെച്ചാൽ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അവരുടെ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞങ്ങ് പോയി. പിന്നെ ഇടയ്ക്ക് നമ്മുടെ വീട് കാണുമ്പോൾ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്താൽ അത് കഴിക്കും. പിന്നെ നിൽക്കത്തില്ല, അപ്പോഴേ പോവുക. അങ്ങനെ ആയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മളതിനെ അടുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ കയറ്റാറില്ല. കാരണം ഇവിടെ എല്ലാവരും അതിനെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒട്ടും കയറ്റാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വിടും. പക്ഷേ വിശന്ന് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഓടി വന്നിട്ട് അവൻ്റെ പാത്രത്തിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കും, കഴിക്കും. എന്നിട്ട് നിൽക്കാൻ സമയമില്ല. വരുന്ന ഫ്രണ്ട്സൊക്കെ ഗേറ്റിന് വെളിയിൽ നിൽക്കുമല്ലേ, അന്നേരത്തേനും ഓടി ഇയാൾ മാത്രം വലിയ അധികാരത്തോടെ വരും. അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതെടുക്കും, അത് കഴിക്കും. അന്നേരം അവരുടെ കൂടെ ഓടി അങ്ങ് പോവുകയാണ്. നമ്മൾ അവനെ പിടിച്ച് നിർത്തുമെന്നോ പിടിച്ച് കെട്ടിയിടുമെന്നോ ഒക്കെ ഉള്ളൊരു ഇതുണ്ട്. ഇപ്പം ഈ പല പട്ടികളുടെ കൂടെ കൂട്ടി നടക്കുന്നതുകൊണ്ട് ഞങ്ങളും ഇപ്പോൾ അതുകൊണ്ട് അടുപ്പിക്കാറില്ല. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. ഒരു പറ്റം നായ്ക്കളിങ്ങനെ വിശന്ന് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ വേസ്റ്റ് ബാക്കിലൊക്കെ ചെന്ന് അവിടെയൊക്കെ ഇടുന്നത് കഴിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അങ്ങനെ ആരും ഇടാറില്ല, ഇടാൻ സമ്മതിക്കത്തില്ലല്ലോ. നല്ല ഇതിലായിട്ട് ഇട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാനൊക്കെ അല്ലേ സമ്മതിക്കത്തുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ വളമാക്കി മാറ്റുന്ന അതൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും. അല്ലാതെ ഇച്ചിരി കുറച്ച് സ്ഥലങ്ങളല്ലേ ഉള്ളൂ, അവിടെയൊക്കെ ഇട്ട് എല്ലാവരും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ആരും വീടുകളിൽ പോലും വേസ്റ്റ് ഇപ്പം വെളിയിൽ കളയാറില്ല. അപ്പോഴത്തേനും ഇതിനൊക്കെ ഒട്ടും ആഹാരം കിട്ടുന്നില്ല. അങ്ങനെ അങ്ങ് അലഞ്ഞ് നടക്കുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ അടുത്തൊരു പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ എന്നും വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട് ഈ പട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറ്റിത്തരണം. പക്ഷേ പഞ്ചായത്തിലൊന്നും ഇതിന് ഒരു നടപടിയില്ല. പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോൾ അവർ പറയും അതിപ്പം പിടിക്കാൻ ആളില്ല, പിടിക്കുന്നവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ തരുന്നില്ല. അതൊന്നും ചെയ്യാനിപ്പം പട്ടിപിടുത്തക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല.
അപൂർവമായിട്ടേ ഉള്ളൂ. പിന്നെ അവരെ കൊണ്ടുവരണം. പിന്നെ മൃഗാശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഇതിനെ വന്ധ്യംകരിക്കുന്ന ശസ്ത്രക്രിയ ചെയ്യാം. പക്ഷേ ഇതിനെ ഈ പട്ടിപിടുത്തക്കാർ പിടിച്ച് അവിടെ കൊണ്ടുപോയി അത് പെൺപട്ടിയാണെങ്കിൽ അതിനെ വന്ധ്യംകരിച്ച് പിന്നെ അതിന് 2 ആഴ്ചയോളം ഷെൽട്ടറിൽ താമസിപ്പിക്കണം. ഇതിന് അണുബാധയൊന്നും ഏൽക്കാതെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ പോലെ നടത്തിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കണം. അന്നേരം അതിന് ഇങ്ങനെ പുഴുവോ അഴുക്കോ ഒന്നും കയറാതെ അതിന് 2 ആഴ്ചയോളം ശുശ്രൂഷിച്ച് അത് മുറിവൊക്കെ കരിഞ്ഞതിന് ശേഷമേ അതിനെ തുറന്നു വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ആഴ്ച താമസിപ്പിക്കുന്നതിനുള്ള സ്ഥലം മൃഗാശുപത്രികളിലില്ല. ഇതൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രാത്രിയിൽ വരുന്ന ബൈക്ക് യാത്രക്കാരാണ്. മറ്റേ വണ്ടിയൊക്കെ ഇടിച്ചാൽ ഇതിന് കേടാകത്തേ ഉള്ളൂ. പക്ഷേ ബൈക്കിൽ വരുന്ന ആൾക്കാർക്കും സ്കൂട്ടിയിലൊക്കെ വരുന്നവർ സ്പീഡിൽ വരുമ്പോഴായിരിക്കും ഇത് റോഡ് കുറുക്കിയാടുന്നത്. അപ്പോഴത്തേക്കിന് അതിനെ ഇടിച്ച് തെറിപ്പിക്കും, ഇവരും വീണു. അങ്ങനെ ഇപ്പോൾ 2-3 അപകടങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ശല്യമായി തീരാൻ പോകുന്നത്. കൊച്ചു കുട്ടികളെയൊക്കെ കടിക്കുകയും ഇപ്പം തന്നെ എത്ര കുട്ടികൾക്ക് കടിയേറ്റ്, എത്ര വലിയവർക്ക് കടിയേറ്റ്. പിന്നെ അതുപോലെ പേ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടും വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് ആകെ പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഈ പട്ടികൾക്ക് ദയാവധം കൊടുക്കാമെന്നൊരു ഇത് വന്നിട്ടുണ്ട്. അത് പുഴുത്ത് വയ്യാതെ കിടക്കുന്ന പട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകാരികളായി വരുന്ന പട്ടികളെ മാത്രമേ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് കൊന്നു കഴിയുമ്പോഴത്തേനും പിന്നെ മൃഗസ്നേഹികളെല്ലാം കൂടെ അത് വലിയൊരു കേസായി മാറും, പട്ടികളെ കൊന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിനെയെല്ലാം ഒരു ഷെൽട്ടർ പോലെ ഉണ്ടാക്കി അതിൽ ഈ കുറേ തെരുവ് നായ്ക്കളെങ്കിലും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് ഈ പെൺപട്ടികളെയൊക്കെ കുറേയൊക്കെ വന്ധ്യംകരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രസവത്തിൽ തന്നെ 7-8 കുട്ടികളല്ലേ. അന്നേരത്തിന് അതെല്ലാം കൂടെ വളർന്നു വരുമ്പോൾ അതിനൊക്കെ വിശന്നിട്ടായിരിക്കും അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഓരോ വീടുകളുടെ മുമ്പിലും ഓരോ കടകളുടെ മുമ്പിലും ഒക്കെ ചെന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഏറ്റവും ദയനീയതയായിട്ട് എനിക്ക് തോന്നുന്നത് പ്രസവിച്ച് കിടക്കുന്ന പട്ടികളുടെയൊക്കെ വയറ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നും. കഷ്ടം പാല് കൊടുത്ത് ആ തള്ളയ്ക്കാണെങ്കിൽ എണീറ്റ് നടക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് വയറ് വിശന്ന് നടക്കുന്നതാണ്. എനിക്ക് സത്യത്തിൽ ഇത് കാണുമ്പോൾ വിഷമം തോന്നും, എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നും. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തുമില്ല. പിന്നെ മറ്റ് റോഡിൽ പോകുന്നവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ടൊക്കെയാവും. ഇവിടെയൊക്കെ എല്ലാ വീടുകളുടെ മുറ്റത്തും ഇങ്ങനെ നീല നിറച്ച കുപ്പികൾ നിരത്തി വെക്കുന്നതാണ്. പക്ഷേ അതിലൊന്നും അവർ കേൾക്കത്തില്ല. അവർ ആ നീല നിറച്ച കുപ്പിയുടെ അടുത്ത് തന്നെ വന്ന് കിടന്നു ഉറങ്ങുന്നത്. അങ്ങനെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ വന്ന് കിടന്നങ്ങ് ഉറങ്ങുക. പിന്നെ ശല്യം ചവിട്ടുമത്ത, ചെരുപ്പ് എല്ലാം കൊണ്ടുപോയി കടിച്ച് പറിക്കുക, അതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഓടിച്ച് മടുത്ത് കിടക്കുക. ഇതിനിപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഒന്നും പറയാനില്ല, ആർക്കും പിടിക്കാനും പറ്റത്തില്ല. പട്ടികളായതുകൊണ്ട് കടിക്കുമെന്നുള്ളത് കൊണ്ട് നല്ല പേടിയാണ് എല്ലാവർക്കും. ചില കുട്ടികളൊക്കെ വഴിയിലൂടെ പോയിട്ട് ദൂരെ നിന്നിട്ട് നമ്മളെയൊക്കെ വിളിച്ചിട്ട് ആൻറ്റി ഇങ്ങോട്ടൊന്ന് വരുമോ, ഈ പട്ടിയൊന്ന് ഓടിച്ചു വിടുമെന്ന് പറയുന്നിട്ട് നമ്മളങ്ങോട്ട് ചെന്നാൽ ഓടിച്ചു വിട്ടിട്ടൊക്കെ ഈ കുട്ടികളൊക്കെ പോകുന്നത്. പട്ടികളെ ഭയങ്കര പേടിയാണ് പിള്ളേർക്ക് കടിക്കുമെന്നുള്ളത് കൊണ്ട്. ചിലപ്പോൾ ഇതുങ്ങൾ മിണ്ടാതെ നിന്നിട്ട് തന്നെ കടിക്കും. കുരച്ചില്ലെങ്കിലും ചിലപ്പോൾ അടുത്തൂടെ പോകുമ്പോഴായിരിക്കും ഒന്ന് കടിക്കും. അതൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സ്കൂൾ തുറപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഇതും കൂടെ ഓർത്തത്. എന്നാൽ സ്കൂൾ തുറപ്പിന് സ്കൂളുകളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അതേപോലെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് പാമ്പൊന്നും കയറാത്ത രീതിയിലും പിന്നെ കിണറ്റിലെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗവൺമെൻറ് പഞ്ചായത്തും ഒക്കെ ഒന്നും ഇടപെട്ട് ഈ പട്ടികളുടെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധികളായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പിന്നെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഉച്ചക്കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാനും എല്ലാം ഈ നായ്ക്കൾ ഇഷ്ടം പോലെ അങ്ങ് സ്കൂളുകളിലോട്ട് ഇറങ്ങിച്ചില്ല. അതും ഒരു വലിയ പ്രശ്നമാണ്. എല്ലാവരും കൂടെ ചേർന്നൊരു മാർഗം കണ്ടെത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. എവിടെയെങ്കിലും കുറച്ച് ഏക്കർ സ്ഥലം എടുത്ത് അവിടെ ഈ വലിയ ഷെൽട്ടർ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി ഈ നായ്ക്കളെയൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് പിടിപ്പിച്ച് റോഡിൽ നിന്ന് ഇതിനെ ഒന്ന് ഒഴിവാക്കി തരണം. ഇപ്പോൾ കോടതി ഇടപെട്ടിട്ട് പോലും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവർ വളർത്തി അത് കെട്ടിയിട്ടാണെന്നല്ലോ വളർത്തുന്നത്, അത് കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ അവരവരുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കണക്കല്ലല്ലോ ഈ തെരുവ് നായ്ക്കളെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് ഈ ആൾക്കാർ വളർത്താനായിട്ട് വാങ്ങി വളർത്തി ഒന്നീ അതിന് അസുഖമോ എന്തെങ്കിലും കണ്ടു കഴിയുമ്പം തുറന്ന് റോഡിൽ വിടുക. എന്തൊരു ദോഷമുള്ള കാര്യമാണെന്നറിയാമോ? എത്ര പട്ടികൾ അങ്ങനെ
വന്ന് അവർക്കാണെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ മറ്റേ പട്ടികളോട് ഫൈറ്റ് ചെയ്ത് ആഹാരം വാങ്ങി കഴിക്കാനും അറിയത്തില്ല. വീട്ടിൽ നിന്ന് നല്ല സ്നേഹത്തോടെ വളർത്തിയേക്കുന്നില്ലേ. ഒരു ചെറിയ എന്തെങ്കിലും ഒരു അസുഖം കാണുമ്പോൾ അതിനെ രാത്രിയിൽ കൊണ്ടുവന്ന് കാറിലോ എന്തെങ്കിലും കൊണ്ടുവന്ന് റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരുപാട് നായ്ക്കളുണ്ട്. പിന്നെ അവർ ഇവരോട് ചേർന്നിട്ട് അങ്ങനെയുള്ളൊരു ദൈവത്തെ ഓർത്ത് നിങ്ങൾ നായ്ക്കളെ വാങ്ങിക്കരുതെന്നാണ് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വളർത്തരുത്. വളർത്തുവാണെങ്കിൽ കൊള്ളാം, അതിന് അവസാനം വരെ നിങ്ങൾ അതിനെ നോക്കണം. നിങ്ങൾ എവിടെ പോയാലും അതിനെ കൊണ്ടുപോയി, നിങ്ങൾ സ്ഥലം മാറി പോവുകയാണെങ്കിലും എവിടെ പോകുമെങ്കിലും അതിനെയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഒരിക്കലും ചെയ്യലും, മഹാപാപമാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ. അതങ്ങനെ. പിന്നെ ഈ ചിലർ വളർത്തി പകുതിയാകുമ്പം അവർക്ക് വേണ്ട എന്ന് തോന്നിയിട്ട് അതിനെ തുറന്നങ്ങ് വിടും. അങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ മനുഷ്യർ തന്നെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ മനുഷ്യർക്കും ശല്യം. ഈ തുറന്നു വിടുന്ന നായ്ക്കൾ നാട്ടുകാർക്കും ശല്യം, വീട്ടുകാർക്കും ശല്യമായിട്ട് ഇങ്ങനെ തുറന്നു വിടും. അങ്ങനെ ഉള്ളവർ ദയവ് ചെയ്ത് നായ്ക്കളെ വാങ്ങിക്കാതിരിക്കുക. വലിയ വലിയ വില കൂടിയ നായ്ക്കൾ എത്ര എണ്ണം റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്നറിയാമോ. പിന്നെ ചില പിള്ളേർ കൊണ്ടുപോയി റെസ്ക്യൂ ചെയ്ത് അതിനെ മുറിവൊക്കെ വെച്ച് കെട്ടി അതിനെ വളർത്തുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു നായ്ക്കളെയൊക്കെ വളർത്തണമെങ്കിലും അതിന് പാടുണ്ട്. അതിന് ഫുഡ് കൊടുക്കണം, അതിന് സമയത്ത് കുളിപ്പിക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ നായ്ക്കുട്ടികളെ അതേപോലെ ചിലരൊക്കെ എടുത്തുകൊണ്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് പെൺപട്ടിയാണെന്ന് കാണുമ്പോൾ തിരിച്ച് കൊണ്ടുവന്ന് ഇടും. ഇവിടെ തന്നെ ഒരു പട്ടി പ്രസവിച്ചിട്ട് അതിലൊരു 3-4 പെൺപട്ടികളും 2 കണ്ട് ആൺകുട്ടികളെ എല്ലാവരും എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഈ പെൺകുട്ടികളെ ആർക്കും വേണ്ട. 2-3 കുട്ടികളെ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ പെണ്ണാന്ന് അറിഞ്ഞപ്പം തിരിച്ച് വഴക്ക് പറഞ്ഞ് കൊണ്ടുവന്ന് റോഡിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ ഇപ്പോൾ അന്നേരം പിന്നെ അതൊക്കെ വലുതായി അതുങ്ങളും കൂടെ പ്രസവിച്ചുകൊണ്ട് ആകുമ്പോൾ എത്ര കുട്ടികളാവും നായ്ക്കൾ. അങ്ങനെയാണ് ഈ പെറ്റ് പെരുകുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ പിന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. ഞങ്ങൾക്കെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കുവാണ് നായ്ക്കളെ കൊണ്ട്. നമ്മൾ ഒരു നായയെ സ്നേഹം കാണിച്ചതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലും ഇപ്പം ഇവിടെ കയറാതെ ഭയങ്കര റോഡിൽ കൂടെ വലിയ ആളായിട്ട് നടന്നു പോയി. പക്ഷെ ഉണങ്ങി അവന് ആഹാരമൊന്നും കിട്ടാതെ അങ്ങ് ഇപ്പം കാണാനൊന്നും ഒരു ഭംഗിയില്ലാതായി. നേരത്തെ ഞങ്ങളിവിടെ വളർത്തിയ സമയത്ത് ഒരു 5-6 മാസമൊക്കെ ഞങ്ങളുടെ കൂടെ കാര്യമായിട്ടൊക്കെ നിന്നു. പക്ഷേ ഇപ്പം അവന് കൂട്ടുകെട്ടൊക്കെ കൂടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വീണ്ടും അവൻ പഴയ ഇതിലേക്ക് പോയി. അതുകൊണ്ട് നമ്മളും ഇപ്പോൾ അടുപ്പിക്കാറില്ല അവനെ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇതുപോലെ നല്ലോണം ഒരിനത്തിൽ നായയും കൂടെ ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ സ്കൂള് ഇനിയിപ്പം ജൂൺ 1-ാം തീയതി തുറക്കും. അപ്പോഴേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. എൻ്റെ കണക്കുള്ള ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം അനുഭവത്തിൽ ഉള്ള കാര്യങ്ങളായിരിക്കും. എല്ലാവരുടെ വീട്ടിലും എല്ലാ സ്ഥലത്തും ഉണ്ട് നായ്ക്കളില്ലാത്ത ഒരു സ്ഥലം ഇപ്പം കേരളത്തിൽ കാണാനില്ല. എല്ലായിടും ഇന്ത്യയിൽ കാണാനില്ല. ഡൽഹിയിലൊക്കെ തന്നെ ഇത്രയും നായ്ക്കളുടെ ശല്യം കാരണമാണല്ലോ സുപ്രീം കോടതിയൊക്കെ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാവരെയും കടിക്കുന്നുണ്ട്, ബൈക്ക് തട്ടുന്നുണ്ട്, സ്കൂട്ടർ തട്ടുന്നുണ്ട്, ഓട്ടോറിക്ഷ തട്ടുന്നുണ്ട്. പക്ഷെ ആരും ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ പട്ടിപിടുത്തക്കാർ വന്ന് ഈ പട്ടികളെ കുറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന കാണാം. കൊല്ലുവാന്നോ അതോ ഇനി ഇതുപോലെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തി തിരിച്ചുകൊണ്ട് വിടുമായിരുന്നു എന്നും അറിയാൻ വയ്യ. പക്ഷേ ഇത്രയും വലിയ ശല്യമില്ലായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിൽ വേസ്റ്റൊക്കെ വെളിയിലോട്ട് കളയുമ്പോൾ ഇതുങ്ങൾ വന്ന് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടന്നങ്ങ് ഉറങ്ങുമായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ആരും അങ്ങനെ വേസ്റ്റൊന്നും വീടിന് വെളിയിൽ കളയാറില്ല, ഹോട്ടലുകളിലും കളയാറില്ല. എല്ലാം അടച്ചൊക്കെ വെച്ച് അത് വൃത്തിയായിട്ട് വെക്കുന്നത് കൊണ്ടായിരിക്കാം ഈ നായ്ക്കൾക്ക് ഇത്രയും ശൗര്യവും. പിന്നെ ഈ മീനും ഇറച്ചിയൊക്കെ ഉള്ള കടകളുടെ സൈഡിലൊക്കെ പോയി വല്ലതൊക്കെ കിട്ടും, അതൊക്കെ കഴിച്ചൊക്കെ അതൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം ഒരുമാതിരി ഉണങ്ങി ക്ഷീണിച്ച് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ചില 1-2 കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞതൊക്കെ അവന്മാർ മാത്രം തട്ടിപ്പറിച്ചൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും കൊള്ളാം. ഇന്നിപ്പം ഞാനിത് പറയാൻ കാര്യം ഇങ്ങനെ സ്കൂൾ തുറപ്പ് വരുന്നത് കൊണ്ടാണ്. അങ്ങനെ നായകളുടെ ഒരു ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം, അതിന് മൃഗസ്നേഹികൾ അവർ പ്രശ്നം ഉണ്ടാക്കിയാലും എന്തായാലും കൊള്ളാം. അല്ലെങ്കിൽ അവർ തന്നെ ഇതിനെന്തെങ്കിലും മൃഗസ്നേഹികൾ തന്നെ ഒരു തീരുമാനമെടുത്ത് ഇതിനെല്ലാം കൊണ്ടുപോയി അവർ താമസിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർ താമസിപ്പിക്കട്ടെ. എന്തായാലും മനുഷ്യർക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ ഏത് കാര്യമായാലും മനുഷ്യന് ശല്യമാകുമ്പോൾ അത് ഭയങ്കര ഒരു ശല്യമായിരിക്കും. അതിന് മനുഷ്യരായാലും മൃഗങ്ങളായാലും. അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ ഇതിൻ്റെ മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം.
അങ്ങനെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾക്കാരും കമൻറ്റുകളായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.